ഒമാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഒമാനിലെ നിസ്വയിൽ നിന്ന് സൂർ എന്ന പുരാതന തുറമുഖ നഗരത്തിലേക്കുള്ള യാത്ര തുടരുന്നു. ദീർഘമായ യാത്രയാണ്. ഏതാണ്ട് 3 മണിക്കൂർ യാത്രയുണ്ട്. ഇബ്ര എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഇബ്ര ചരിത്രമുള്ളൊരു നഗരമാണ്. ആ നഗരത്തിലേക്ക് പോകുന്നില്ല. ഇബ്രയുടെ പ്രാന്തഭാഗത്തുകൂടിയാണ് യാത്ര. ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. എവിടെയും എക്സ്പ്രസ് ഹൈവേ പോകുന്നത് നഗരത്തിന്റെ പുറത്തുകൂടിയായിരിക്കും. ഡോക്ടർ ഷാഫിയുടെ കാർ ഷാഫിയുടെ സുഹൃത്ത് ഡോക്ടർ യൂസഫ് ആണ് ഓടിക്കുന്നത്. അവരുടെ മാർഗനിർദ്ദേശത്തിലും സംരക്ഷണത്തിലുമാണ് ഈ സഞ്ചാരമെന്ന് പറയാം. ഇബ്ര പ്രദേശത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഇതെല്ലാം. നഗരം കുറച്ചുള്ളിലാണ്. അൽ ഷർക്കിയ എക്സ്പ്രസ് വേ എന്നാണ് ഞങ്ങളീ പോകുന്ന റോഡിന്റെ പേര്. നോർത്ത് ഷർക്കിയ ഗവർണറേറ്റിലെ 2ാമത്തെ വലിയ പട്ടണമാണ് ഇബ്ര. ഡോക്ടർ യൂസഫിന്റെ ജീവിതവിശേഷങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചറിയുന്നുണ്ട്. ഇത് ഇബ്രയിലെ കോടതിയാണ്. ഇവിടുത്തെ പോലീസ് ആസ്ഥാനം, ജയിൽ എന്നിവയൊക്കെ ഞങ്ങൾ കുറച്ചു മുൻപ് കണ്ടിരുന്നു. ഒമാനിലെ ഏറ്റവും പുരാതനമായ പട്ടണങ്ങളിലൊന്നാണ് ഇബ്ര. പഴയ ട്രേഡ് റൂട്ടിലെ സുപ്രധാനമായ ഒരു ഇടത്താവളം. രാജ്യത്തെ തന്നെ പ്രമുഖമായ 5 ഗോത്രങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഒമാനിലെ അതിസമ്പന്നനായ ഷെയ്ഖ് സൈഫ് ബിൻ ഹാഷിൽ അൽ മസ്കാരിയാണ് ആധുനിക ഇബ്രയെ സുന്ദര നഗരമാക്കി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. ഇവിടെ അൽ ഖബീൽ ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെയുണ്ട്. അതൊന്നും ഈ ഹൈവേ സൈഡിലല്ല, ഉള്ളിലേക്ക് പോകണം. എക്സ്പ്രസ് വേ എല്ലാ നഗരങ്ങളുടെയും പുറത്തുകൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നഗരവും ഈ യാത്രയിൽ ശരിക്കും കാണാനാവുന്നില്ല. ഇടയ്ക്ക് ഇബ്ര നഗരമുണ്ടായിരുന്നു. അൽ ഖബീൽ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനായില്ല. 191 കിലോമീറ്റർ നീളമുള്ളതാണ് ഈ അൽ ഷർഖിയ എക്സ്പ്രസ് വേ. ഇവിടെ ധാരാളം ഡെസേർട്ട് ക്യാമ്പുകളൊക്കെയുണ്ട്. പിന്നെ ക്യാമൽ റേസിന്റെ കേന്ദ്രങ്ങളും. ഒട്ടകങ്ങളുടെ ഓട്ടമത്സരത്തിന്റെ ഒരു കേന്ദ്രം കാണണമെന്ന് എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഒട്ടക ട്രെയിനിങ് കേന്ദ്രമുണ്ട്, അവിടേക്ക് പോകാമെന്നായി ഡോക്ടർ യൂസഫ്. റേസിംഗിന് ഒട്ടകത്തെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. ഹൈവേയിൽ നിന്നിറങ്ങി അവിടേക്കുള്ള മരുഭൂവഴിയിലൂടെയായി യാത്ര. ഇവിടെ ഒട്ടക റേസിംഗ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒട്ടക ഫാമുകളുണ്ട്. റേസിംഗിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒട്ടകങ്ങളുടെ പ്രദേശങ്ങളാണ് ഇവിടമെല്ലാം. മരുഭൂമിയുടെ വഴിയില്ലാ വഴിയിലൂടെ പിക്കപ്പ് വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നു. കൃത്യമായ റോഡൊന്നുമില്ല. പക്ഷേ വണ്ടികൾ ഓടി പാതകളുണ്ടായിട്ടുണ്ട്. ഒരിടത്ത് ഒരു വേലിക്കെട്ടിനകത്ത് ഒരു മരവും ആ മരത്തിനു ചുവട്ടിൽ ഒരു ഒട്ടകവുമുണ്ട്. അതിന് തീറ്റ കൊടുക്കുന്ന ചില പാത്രങ്ങളും മറ്റും വേലിക്കകത്തുണ്ട്. തല നീട്ടിവെച്ച് കിടക്കുകയാണ് ഒട്ടകം. അവിടം പിന്നിട്ട് വീണ്ടും കുറേ ദൂരം ഓടി. ഇപ്പോൾ ഏതാനും കാറുകളൊക്കെ കിടക്കുന്ന ഒരു ഭാഗത്തേക്കെത്തുന്നു. ഇവിടേക്ക് ഞങ്ങൾ വരുന്ന കാര്യം ഡോക്ടർ യൂസഫ് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭീകരമായ ചൂടാണിവിടെ. ഞങ്ങൾ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു അറബി നിൽക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി യൂസഫ് കാർ നിർത്തി. ഒട്ടകങ്ങളുമായി ചിലർ പോകുന്നു. യൂസഫ് ഇറങ്ങിച്ചെന്നു. അറബി അദ്ദേഹത്തെ സ്വീകരിച്ചു. യൂസഫിന്റെ പരിചയക്കാരനാണ്. ഞാൻ അയാളെ പരിചയപ്പെട്ടു. സയ്യിദ് അഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഒട്ടക ട്രെയിനറും ബിദിയയിലെ ഒട്ടക പരിശീലന കേന്ദ്രത്തിന്റെ ഉടമയുമാണ് സയ്യിദ് അഹമ്മദ്. ബിദിയ വിലായത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഇവിടെ ഒട്ടക പരിശീലനമാണ് പ്രധാനമായും നടക്കുന്നത്. ക്യാമൽ റേസിംഗിനുള്ള ഒട്ടകങ്ങളുടെ പരിശീലനം. ക്യാമൽ റേസുകൾ ഇടയ്ക്കെല്ലാം നടക്കും ഇവിടെ. ടൂറിസ്റ്റ് സീസണിലാണ് പ്രധാന മത്സരങ്ങളെല്ലാം അരങ്ങേറുക. നൂറ്റാണ്ടുകളായി അറബികളുടെ ഒരു പ്രധാന വിനോദ പരിപാടിയാണ് ഒട്ടകയോട്ടം. യൂറോപ്പിൽ കുതിരയോട്ട മത്സരത്തിനുള്ള അതേ വീറും വാശിയും ഇവിടുത്തെ ക്യാമൽ റേസിംഗിനുമുണ്ട്. പ്രത്യേക പരിചരണത്തോടെ വളർത്തി പരിശീലിപ്പിക്കുന്ന ഒട്ടകങ്ങളാണ് റേസിംഗിൽ പങ്കെടുക്കുക. കുറഞ്ഞ ദൂരത്തിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കാനാണ് ഒട്ടകങ്ങളെ പരിശീലിപ്പിക്കുന്നത്. ദീർഘദൂര ഓട്ടത്തിൽ മരുഭൂമിയുടെ കൊടും ചൂടിൽ ഒരു കുതിരയേക്കാൾ വേഗത്തിൽ കുതിക്കാൻ പരിശീലനം നേടിയ ഒട്ടകങ്ങൾക്ക് സാധിക്കും. വാതുവെപ്പും ട്രാക്കിന് പുറത്തെ വീറും വാശിയുമെല്ലാം ക്യാമൽ റേസിംഗിന്റെ ഭാഗവുമാണ്.
ഇവിടെ ഒരു ഒട്ടകം പുതപ്പൊക്കെ പുതച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അവന്റെ വായ മൂടിക്കെട്ടിയിരിക്കുന്നു. സയ്യിദ് അഹമ്മദ് തന്നെ പോയി ആ കുപ്പായം മാറ്റി. അപ്പോഴേക്കും 2 ജോലിക്കാർ ഓടി വന്നു. ഇതാണ് മത്സര ഒട്ടകം. സ്ലിം ആണ്. പെർഫെക്റ്റ് ബോഡി ഷേപ്പുള്ള ഒട്ടകം. ഇവർ അതും ഇതുമൊക്കെ എടുത്ത് തിന്നാതിരിക്കാനാണ് വാ മൂടി കെട്ടിവെച്ചിരിക്കുന്നത്. മിക്കവരും മാസ്ക് ധരിച്ചും പുതപ്പ് പുതച്ചുമാണ് നിൽക്കുന്നത്. പല ലെയറുകളായിട്ട് പൊതിഞ്ഞു കെട്ടും ഇവരെ. അതിന് പ്രത്യേക സ്ട്രാപ്പൊക്കെയുണ്ട്. പലതരം ഒട്ടകമുണ്ട്. എല്ലാം നല്ല വൃത്തിയുള്ള മിടുക്കന്മാരായ ഒട്ടകങ്ങൾ. 3 വയസ്സുവരെയുള്ള ഒട്ടകങ്ങളെയാണ് റേസിന് ഉപയോഗിക്കുക. ആ പ്രായമുള്ളവരാണ് ഇവിടെയുള്ളതും. അവർ വിശ്രമിക്കുകയാണ്. ഞാൻ എന്തിനാണ് വന്നത് എന്ന മട്ടിൽ ഒരുവൻ എന്നെ അടിമുടിയൊന്നു നോക്കി. അവന് ബോധിച്ചെന്ന് തോന്നുന്നു. അവൻ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണിരിപ്പ്. കാലൊക്കെ മടക്കി സിംഹം ഇരിക്കുന്നത് പോലെ. ഒരുത്തന് പുറകിൽ മറ്റൊരുത്തൻ എന്ന രീതിയിൽ ക്യൂ പാലിച്ചാണ് ഇരിപ്പ്. കുറെ ഒട്ടകങ്ങളുണ്ട്. അതിനെ പരിപാലിക്കാൻ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമൊക്കെയായി കുറെ ജോലിക്കാരുമുണ്ടിവിടെ. ഗൾഫിലെ ഒട്ടക ഫാമുകളിൽ കൂടുതലും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണ് പണിക്കാർ. ഇത്തരം പുതപ്പ് പുതച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. പൊടിക്കാറ്റടിക്കാതിരിക്കാനും ചൂട് കൊള്ളാതെയിരിക്കാനും ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടായിരിക്കണം പുതപ്പ്. മത്സരത്തിനുള്ള ഒട്ടകത്തിന്റെ പരിപാലനവും പരിശീലനവും ചെറിയ കാര്യമല്ല. ബ്രീഡ്, ഒറിജിൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കി 6 മാസം മുതൽ 1 വയസ്സുവരെ പ്രായമുള്ള ഒട്ടകങ്ങളെയാണ് റേസിംഗ് പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുക. സമ്പത്തിന്റെ കാര്യം കൂടിയുണ്ട് ക്യാമൽ റേസിംഗിൽ. വിജയിക്കുന്ന ക്യാമലുകളുടെ ഉടമയ്ക്ക് വൻ തുകയാണ് ലഭിക്കുക. കൂടാതെ ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ വേറെയും സമ്മാനങ്ങളുണ്ട്. ഓട്ടത്തിൽ മിടുക്കന്മാരായ ഒട്ടകങ്ങൾക്ക് വൻ വിലയാണ്. $55,000 ഒരു സാധാരണ റേസിംഗ് ഒട്ടകത്തിന്റെ വില. എന്നാൽ ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള റേസിംഗ് ക്യാമലുകളുമുണ്ട്. സമ്മാനം കിട്ടുന്ന ഒട്ടകങ്ങൾ $30 മില്യൺ വരെ വിൽക്കപ്പെടുന്നതായി 2016 BBC ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ക്യാമൽ ട്രെയിനേഴ്സിനുമുണ്ട് നേട്ടങ്ങൾ. ഒരു ക്യാമൽ ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനം നേടിയ ഒട്ടകം വലിയ വിജയം നേടിയാൽ ആ സെന്ററിന്റെ മാത്രമല്ല ട്രെയിനറുടെയും മൂല്യം കൂടും. ക്യാമൽ ട്രെയിനർമാരെ തങ്ങളുടെ സംസ്കാരത്തിന്റെ സംരക്ഷകരായി കാണുന്ന സുൽത്താൻമാരും ഷെയ്ഖുമാരുമുണ്ട്. അവർക്ക് സമൂഹത്തിൽ വലിയ ആദരവും ലഭിക്കാറുണ്ട്. ഒരുവന് എന്റെ ക്യാമറ വലിയ ഇഷ്ടമായി. എന്റെ അടുത്തേക്ക് വന്ന് നല്ലോണം ഒന്ന് നോക്കി അവൻ. ഒട്ടകയോട്ടം എന്നത് ഒമാൻ പോലെയുള്ള അറബ് നാടുകളിൽ വലിയൊരു സാംസ്കാരിക പരിപാടി തന്നെയാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഒമാനിലെ ഒട്ടക മത്സരങ്ങളുടെ സീസൺ. ഔട്ട്ഡോർ പരിപാടിക്ക് പറ്റിയ കാലാവസ്ഥയുണ്ടാകുന്നതും അപ്പോഴാണ്. രാവിലെയും വൈകുന്നേരവുമാണ് മത്സരങ്ങൾ നടക്കുക. മുൻപ് ക്യാമൽ റേസിംഗിൽ ജോക്കികളായ കുട്ടികളെ ഒട്ടകപ്പുറത്തിരുത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനായി ആഫ്രിക്കയിൽ നിന്ന് വരെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഒട്ടകത്തിന്റെ വേഗം കൂടുന്നതിനനുസരിച്ച് അതിന്റെ പുറത്ത് കെട്ടിവെച്ചിരിക്കുന്ന കുട്ടി ഭയന്ന് അലറിക്കരയും. ആ ശബ്ദം കേട്ട് ഒട്ടകം കൂടുതൽ വേഗത്തിൽ പായുകയും ചെയ്യും. മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്നും വലിയ വിമർശനം ഉയർന്നതോടെയാണ് പരമ്പരാഗതമായ ആ രീതി അവസാനിച്ചത്. ഇവിടെ ഇവർ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയുന്നത് എന്താണെന്നോ? ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെന്നും ഇന്ന് ഇവരുടെ ക്യാമ്പിൽ താമസിക്കണമെന്നുമാണ് സയ്യിദ് അഹമ്മദ് പറയുന്നത്. വൈകുന്നേരമായല്ലോ, നല്ല ആട് ബിരിയാണി ഉണ്ടാക്കിത്തരാം, AC ഉള്ള ക്യാമ്പുണ്ട്, ഇവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം നിർബന്ധിക്കുന്നത്. ഇതാണ് ഈ അറബികളുടെ ഒരു പ്രത്യേകത. സൗഹൃദമായി കഴിഞ്ഞാൽ പിന്നെ നമ്മെ വിടില്ല. യൂസഫും ഡോക്ടർ ഷാഫിയും പല ഒഴിവുകഴിവുകൾ പറയുന്നു. ഏതായാലും സെയ്ദിന് അത്ര തൃപ്തിയായില്ല. എന്നാലും ഞങ്ങളെ ആലിംഗനം ചെയ്ത് മനസ്സില്ലാ മനസ്സോടെ യാത്രയാക്കി അദ്ദേഹം. മരുഭൂമിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. നല്ല തിരക്കുള്ളയാളാണ്. എങ്കിലും സുഹൃത്തുക്കൾ വരുന്നതൊക്കെ ഇഷ്ടവുമാണ്. ആതിഥ്യമര്യാദയുടെ അങ്ങേയറ്റമാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി.
മരുഭൂമിയിലൂടെ വീണ്ടും ഹൈവേയിലേക്ക് പോകുന്നു. ലോകത്തിന്റെ ഓരോരോ ഭാഗത്ത് മനുഷ്യർ എങ്ങനെയെല്ലാം ജീവിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു ഒട്ടകമുണ്ട് വേലിക്കകത്ത്. ഇത് പുരുഷ ഒട്ടകമാണ്. പ്രജനനത്തിനു വേണ്ടി മാത്രമുള്ളവനാണ്. ഇണ ചേർത്തു കഴിഞ്ഞാൽ അവനെ വേറൊരിടത്ത് വേലിക്കകത്ത് മാറ്റി പാർപ്പിക്കും. ഞങ്ങൾ മരുഭൂമിയിലൂടെ കുറേ ദൂരം ഓടി വീണ്ടും അൽ ഷർക്കിയ എക്സ്പ്രസ് വേയിലേക്ക് കയറി. ഇനി നേരെ സൂറിലേക്കാണ് പോകുന്നത്. മറ്റെവിടെയും കയറുന്നില്ല. ഈ റൗണ്ട് അബൌട്ട് ചുറ്റിപ്പോകണം. ഒമാനിലെ ഗ്രാമീണ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രമുഖമായ എക്സ്പ്രസ് വേയാണിത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. എക്സ്പ്രസ് വേ ഗംഭീരമായൊരു സംവിധാനമാണ്. ഒരു ദിശയിലേക്ക് 3-4 ട്രാക്കുകളായി അതങ്ങനെ പോകുന്നു. വാഹനങ്ങളെല്ലാം നിയമം അനുസരിക്കുന്നതുകൊണ്ട് ഒരു ആശയക്കുഴപ്പവും ആർക്കുമില്ല. ട്രക്കുകൾ എതിർദിശയിൽ കൂടി കയറി വരില്ല. വാഹനങ്ങൾ ട്രാക്കുകൾ മാറി തലങ്ങും വിലങ്ങും ഓടില്ല. വിജനമായ മരുഭൂമി. ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളുമൊക്കെ അങ്ങകലെ കാണാം. ഇവർക്കൊക്കെ മരുഭൂമിയായി ഇഷ്ടം പോലെ സ്ഥലമിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കെയിൽ വെച്ച് ഒരു നേർവരയിടുന്നത് പോലെ ഹൈവേ അങ്ങ് നിർമ്മിക്കാം. ലാൻഡ് അക്വിസിഷൻ, കെട്ടിടങ്ങൾ പൊളിക്കൽ തുടങ്ങി നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല. അത് വലിയൊരു കാര്യമാണ്. ഒമാന്റെ ഭരണ സംവിധാനം ദീർഘകാലമായി സുൽത്താനിൽ കേന്ദ്രീകൃതമാണ്. ആഫ്രിക്കയിൽ ഇന്നത്തെ ടാൻസാനിയയുടെ ഭാഗമായിരുന്ന സാൻസിബാർ ഒമാന്റെ ഭരണത്തിന് കീഴിലായിരുന്ന ഒരു കാലമുണ്ട്. കുറെ കാലം ഒമാന്റെ തലസ്ഥാനം തന്നെ സാൻസിബാർ ആയിരുന്നു. പലപ്പോഴും കടൽ യാത്രകളിൽ യൂറോപ്യന്മാരെക്കാൾ മുന്നിലായിരുന്നു അറബികൾ, പ്രത്യേകിച്ചും ഒമാനികൾ. ഇന്ത്യയിലേക്കുള്ള വഴി തേടിയ വാസ്കോഡി ഗാമയ്ക്ക് തുണയായത് ഒരു ഒമാനി നാവികനാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. റാസൽ ഖൈമക്കാരനായിരുന്ന ഇബൻ മജിദ് എന്ന നാവികന്റെ ശിഷ്യനായിരുന്നത്രേ ആ ഒമാനി. ഒമാന്റെ ഭൂമിയിലെ വലിയൊരു ഭാഗവും മരുഭൂമി തന്നെയാണ്. ചെറിയൊരു ഭാഗത്തേയുള്ളൂ ജനവാസം. 3,10,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒമാന്റെ 82% മരുഭൂമിയാണെന്നാണ് കണക്ക്. ഞങ്ങൾ ഒരു മലമ്പ്രദേശത്തേക്കെത്തി. അഷർക്കിയ സൗത്ത് ഗവർണറേറ്റ് എന്ന ഭാഗത്തുകൂടിയാണിപ്പോൾ കടന്നുപോകുന്നത്. പുരാതന കാലം മുതൽ ചെമ്പുഖനനം നടന്നിരുന്ന ഒരു പ്രദേശമാണ് ഷർക്കിയ. ഇവിടെ പലയിടത്തും ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഷർക്കിയ എക്സ്പ്രസ് വേയുടെ 2ാം ഘട്ട ജോലികളാണ് പുരോഗമിക്കുന്നത്. സൂറിനോട് അടുത്തിരിക്കുന്നു. ഈ റോഡ് പണി നടക്കുന്നിടത്ത് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ കലുങ്കുകളും പാലങ്ങളുമൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അപാരമാണ്. നമ്മുടെ NH-66ന്റെ പണികൾ നടക്കുകയാണല്ലോ. അവിടെ ഡിവൈഡറുകളിൽ പോലും ഒരു പെർഫെക്ഷനില്ലായ്മ പ്രകടമാണ്. വീതിയിൽ കൃത്യമായ റോഡ് പണിതിട്ടുണ്ടെന്നത് ശരിയാണെങ്കിലും കോൺക്രീറ്റിങ്ങിനൊന്നും പെർഫെക്ഷൻ ഇല്ല. അറബി നാടുകളിൽ എവിടെയും ആ കോൺക്രീറ്റിംഗ് കൃത്യതയുള്ളതാണ്. ഈ പെർഫെക്ഷന്റെ കാരണമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഭരണത്തിലെ കാർക്കശ്യം തന്നെയാണെന്നാണ്. രാജഭരണത്തിൽ അല്ലെങ്കിൽ സുൽത്താൻ ഭരണത്തിൽ കാര്യക്ഷമതയും പണിയോടുള്ള പ്രതിബദ്ധതയും വളരെ കൂടുതലാണ്. സുൽത്താന് ഒരു ഓണർഷിപ്പ് ഫീലിംഗ് ഉണ്ട്. ഇതെന്റെ നാടാണെന്നും ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം എന്റേതാണെന്നുമുള്ള ഓണർഷിപ്പ് ഫീൽ. രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. ഞങ്ങൾ 5 കൊല്ലത്തേക്ക്, അത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഉദ്യോഗസ്ഥർക്കും അങ്ങനെ ഒരു ഓണർഷിപ്പ് മനോഭാവമില്ല. സ്വന്തമെന്ന് തോന്നുമ്പോഴാണല്ലോ അതിൽ പെർഫെക്ഷൻ വേണമെന്ന നിർബന്ധം ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവുന്നത്. സ്വന്തമെന്ന തോന്നൽ നമ്മുടെ ഒരു രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകാത്തത് തന്നെയാണ് പ്രശ്നം. ജനങ്ങളുടെ പണം ചെലവഴിച്ചു നിർമ്മിക്കുന്നത് ദീർഘകാലം നിലനിൽക്കണമെന്നും ഗംഭീരമാകണമെന്നുമുള്ള ചിന്ത അവർക്കില്ല. അതാണ് പ്രശ്നം. കുറേ ദൂരം കൂടി ഓടി ഞങ്ങൾ സൂർ പ്രദേശത്തേക്കെത്തി. ഇത് സൂറിലെ ക്രീക്കാണ്. കടൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരു ഭാഗം. വലതുവശത്ത് മലനിരയാണ്.
ക്രീക്കിനും മലകൾക്കുമിടയിലൂടെ ക്രീക്കിനെ ഒന്ന് ചുറ്റിയാണ് കടന്നു പോകുന്നത്. ദൂരെ സൂർ നഗരത്തിന്റെ ഒരു ഭാഗമൊക്കെ കണ്ടു തുടങ്ങി. ഒരു തുറമുഖ നഗരമാണ് സൂർ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നഗരം. ഒമാന്റെ തെക്കുകിഴക്ക് മൂലയാണ് ഇവിടം. കേരളവും ഇന്ത്യയുമൊക്കെയായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒമാന്റെ ഭാഗം ഇതാണ്. സൂറിന്റെ നഗര കവാടം കടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തൂക്കുപാലമാണ്. സൂർ ക്രീക്കിന് കുറുകെയുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ്. അകലെ പാറക്കെട്ടുകളുടെ മുകളിൽ കോട്ടയുടെ ഗോപുരങ്ങൾ കാണാം. പല കാസിലുകൾ. ഖോർ അൽ ബത്ത എന്നും അൽ ഐജ ബ്രിഡ്ജ് എന്നും ഈ തൂക്കുപാലം ഇവിടെ അറിയപ്പെടുന്നു. 240 മീറ്റർ നീളമുണ്ട് ഇതിന്. സൂർ നഗരത്തിന്റെ 2 ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. പട്ടണത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കുറച്ചുകൂടി പോകാനുണ്ട്. വലിയൊരു പട്ടണമാണ് സൂർ. 1,23,000 ജനങ്ങൾ വസിക്കുന്ന നഗരം. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള വാണിജ്യത്തിന്റെ കേന്ദ്രമെന്ന നിലയിൽ 6-ാം നൂറ്റാണ്ടിൽ വികസിച്ച പ്രദേശമാണ് സൂർ. ഇന്നും വാണിജ്യ പ്രാധാന്യമുള്ളൊരു സ്ഥലം. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഒരു ധോ നിർമ്മാണ കേന്ദ്രം കാണാനാണ്. ധോ എന്നാൽ മരം കൊണ്ട് പണിയുന്ന പായ് ബോട്ട്. വണ്ടി പാർക്ക് ചെയ്ത് അതിന്റെ പരിസരത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ വേറെയും ബോട്ട് നിർമ്മാണ യാർഡുകൾ കാണാം. പക്ഷേ ഇത് മത്സ്യബന്ധന ബോട്ടുകളും ടൂറിസത്തിനു വേണ്ടിയുള്ള ബോട്ടുകളുമൊക്കെ റിപ്പയർ ചെയ്യുന്ന യാർഡ് മാത്രമാണ്. അവിടെ ചില പിക്കപ്പ് വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. വലിയ അടുക്കും ചിട്ടയുമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റേതോ നാട്ടിലെ ബോട്ടോ കടത്തുബോട്ടോ ആണ്. ഫിഷിംഗ് ബോട്ടുകളും തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങളുമൊക്കെ ക്രീക്കിന്റെ ഓരത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. മത്സ്യബന്ധനത്തിന് ആളുകൾ പോകുന്ന ബോട്ട് ഫൈബർ ചെയ്യാൻ വേണ്ടിയൊക്കെ തീരത്തടുപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ കാണാൻ വന്നത് ഇതല്ല. കൂറ്റൻ ധോകൾ നിർമ്മിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. ഇതൊക്കെ കുറെ കാലമായി ഇവിടെ കിടക്കുന്നതാണെന്ന് തോന്നി. സൂർ ധോ നിർമ്മാണത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്. ഒമാനികൾ ഇന്ത്യയിലൊക്കെ കച്ചവടത്തിന് വന്നിരുന്നത് കൂറ്റൻ ധോക്കൾ അഥവാ ഉരുക്കളിലായിരുന്നല്ലോ. ഞങ്ങൾ അടുത്തൊരു ഭാഗത്തേക്ക് കയറി ചെന്നു. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്ന സ്ഥലം. ധോ ഫാക്ടറി. വമ്പനൊരു ധോയുടെ പണി നടക്കുകയാണ്. ചെറിയൊരു കപ്പൽ തന്നെ. ഞാൻ അതിന്റെ ഓഫീസ് ഭാഗത്തേക്ക് കയറി ചെന്നു. കുറെ അറബികൾ അവിടെ എവിടെയൊക്കെയുണ്ട്. അഭിമുഖമോ മറ്റോ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു. ഇദ്ദേഹമാണ് അലി അൽ അറൈമി. ഇദ്ദേഹമാണ് ഈ ഫാക്ടറിയുടെ ഉടമ. അലി അൽ അറൈമി ഞങ്ങളെ മ്യൂസിയത്തിലേക്കാണ് ആദ്യം ക്ഷണിച്ചത്. ആദ്യം മ്യൂസിയം കാണാം, പിന്നെ യാർഡും. അലി അൽ അറൈമിയുടെ കുടുംബത്തിൻ്റെതാണ് ഈ ധോ നിർമ്മാണ കേന്ദ്രം. AD 1730 മുതൽ ഇവരുടെ കുടുംബം ധോകൾ നിർമ്മിക്കുകയാണ്. എത്രയോ തലമുറകളായി തുടരുന്ന ജോലി. നിരവധി ധോകൾ ഇവർ നിർമ്മിച്ചു കഴിഞ്ഞു. BC കാലഘട്ടത്തിൽ പനയുടെ തണ്ടുകൊണ്ടായിരുന്നു ധോ പണിതിരുന്നത്. പിന്നീട് തടികളായി. അതിലേക്ക് കയർ കൂടി വന്നു ചേർന്നു. കയറും മീനെണ്ണയും ഒക്കെ കൊണ്ട് അതിന്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് അടയ്ക്കുന്ന ടെക്നോളജി വന്നു. അങ്ങനെ പടിപടിയായാണ് ഇന്നത്തെ ധോ നിർമ്മാണ രീതിയിലേക്ക് വളർന്നത്. കടൽ കടക്കാനുള്ള വാഹനം, അതിന്റെ നിർമ്മാണത്തിന്റെ ടെക്നോളജി, അതിന്റെ ഉപകരണങ്ങൾ, അതിനുപയോഗിച്ചിരുന്ന വിവിധയിനം തടികൾ, ആ തടികൾ ജോയിൻ ചെയ്യുന്നിടത്ത് ഉപയോഗിച്ചിരുന്ന എണ്ണ അല്ലെങ്കിൽ ജിപ്സം പോലുള്ള വസ്തുക്കൾ. പരമ്പരാഗത ധോ നിർമ്മാണത്തിന്റെ ടെക്നോളജിയാണ് ഈ മ്യൂസിയം വിവരിക്കുന്നത്. അലി അൽ അറൈമിയുടെ പൂർവികർ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. ഷാർക്കിന്റെ എണ്ണയാണിത്. ഷാർക്കിന്റെ എണ്ണ, തിമിംഗലത്തിന്റെ എണ്ണ, പിന്നെ ജിപ്സം പൊടി, ഇങ്ങനെ പല സാധനങ്ങൾ മിക്സ് ചെയ്താണ് പലകകൾ ചേർത്തടിക്കുന്നതിന്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തിരുന്നത്, ലീക്ക് ഉണ്ടാകാതിരിക്കാൻ. അതുപോലെ ധോ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന പലതരം ആണികൾ, തടികളെ കൂട്ടിമുറുക്കുന്ന ക്ലാമ്പുകൾ. പണി തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് തടിയിലെ കീൽ തയ്യാറാക്കലാണ്. ധോയുടെ നട്ടെല്ല് പോലെ അടിയിൽ വയ്ക്കുന്ന ഏറ്റവും നീളമുള്ള തടി. ഇങ്ങനെയാണ് അത് വയ്ക്കുക. ആ ബീമിൽ ഇങ്ങനെ വാരിയെല്ലുകൾ പോലെ തടിക്കഷ്ണങ്ങൾ ഉറപ്പിക്കും. അതിനുശേഷം ആ റിപ്സിനെ പലകകൾ കൊണ്ട് പൊതിഞ്ഞ് അവസാനം ഈ രൂപത്തിലേക്കെത്തുന്നു.
പഴയ ഒരു ധോയുടെ വീൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ധോയുടെ അവശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു നിർമ്മാണത്തിന്റെ ടെക്നോളജി വളർന്ന കഥ പൂർണ്ണമായും വിവരിക്കുന്നുണ്ട് ഈ മ്യൂസിയത്തിൽ. ഒമാനിൽ നിന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്കുള്ള ഉരുക്കളുടെ യാത്രാപഥം ഇവിടെ കാണാം. ധോകളിൽ ഉപയോഗിച്ചിരുന്ന വിവിധതരം പായകൾ. ഇത്തരം ധോകളായിരുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് അറബി നാടുകളിലേക്കും തിരിച്ചുമൊക്കെ ഒരു കാലത്ത് കച്ചവടത്തിന് പോയിരുന്നത്. 1700-കൾ മുതൽ ഇവർ അതുണ്ടാക്കിയിരുന്നു എന്നത് അത്ഭുതകരമായ അറിവ് തന്നെയാണ്. അതിന്റെ വളർച്ചയുടെ ഘട്ടം മാത്രമല്ല, വിവിധ രൂപമുള്ള ധോകളുടെ മോഡലുകളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ പ്രൊഫഷണലായി പഠിച്ച് ചെയ്തു വെച്ചിരിക്കുന്നു. കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു മ്യൂസിയമാണ്. ധോയുടെ ചരിത്രം മുഴുവൻ പഠിക്കാം. അതിനുവേണ്ടി വലിയൊരു കെട്ടിട സംവിധാനം തന്നെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അതിഗംഭീരമായൊരു ഫെസിലിറ്റിയാണ്. ഞങ്ങൾ ആ കാഴ്ച കണ്ട് പുറത്തേക്കിറങ്ങി. ഇനി നമുക്ക് പണിതുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ കാണാമെന്ന് പറഞ്ഞ് യാർഡിലേക്ക് ഞങ്ങളെ നയിച്ചു അലി അൽ അറൈമി. അദ്ദേഹത്തിന്റെ പിന്നാലെ പണി നടക്കുന്നിടത്തേക്ക് ഞങ്ങൾ നടന്നു.